ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഉഴുന്നുവടയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു പച്ചമുളക് വറുത്തിട്ടൊരു ചമ്മന്തിയുമാണ് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഉഴുന്നുവടയാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ നമ്മളെപ്പോഴും ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് അല്ലേ, വെള്ളം അങ്ങനെ കൂടിപ്പോവോ, അങ്ങനെയാണോ അതങ്ങനെ ശരിയാക്കി എടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാലും അതിന് ശരിയാക്കി എടുക്കാനുള്ള ടിപ്സും അതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ഉഴുന്നുവട ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുക്കുന്ന ഈ ഉഴുന്നുവടയും അതോടൊപ്പം തന്നെ ഉള്ള ചമ്മന്തിയും എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനപ്പോൾ ഇവിടെ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള നമ്മളുടെ ഉഴുന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് മുഴുവൻ ഉഴുന്നാണ് കേട്ടോ. ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഉഴുന്നല്ല, ഇങ്ങനത്തെ മുഴുവൻ ഉഴുന്ന് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് ഞാൻ നന്നായിട്ടൊരു 3 തവണ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഉഴുന്നിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, പുറത്ത് വെച്ചിട്ടില്ല. ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മളിനി അരച്ചെടുക്കുന്ന സമയത്ത് ഇതൊട്ടും തന്നെ ഇതിൽ ഇങ്ങനെ ചൂടായി വരില്ല ഉഴുന്ന്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുവടയ്ക്ക് ഒരു പ്രത്യേക സ്വാദുണ്ട് കേട്ടോ. അതിന് ഒരു സോഫ്റ്റ്നെസ് കൂടുതൽ ഉൾവശത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ട് സോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്, വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ ഉഴുന്ന് ഈ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ആ ഉഴുന്ന് മുഴുവൻ ഈ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കൊന്ന് അടിച്ച് നോക്കാം, അടിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അടിച്ച് നോക്കട്ടെ. ഞാനപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ഇതിങ്ങനെയാണ് കേട്ടോ അടിച്ചത്. ഇത് പോരാ, നമുക്ക് കുറച്ചും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 1/8 കപ്പിൽ 30 ml കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് മതിയാവും വെള്ളം. ഞാനപ്പോൾ ഇവിടെ നന്നായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഒരുപാട് നല്ല ഫൈൻ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ഒരു ഇത്തിരിയൊക്കെ അതിൽ ഒരു തരി പോലെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ കണ്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിരുന്നു നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം. അപ്പോൾ ഇതിന് ഞാനൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കണ്ടേ. ഞാനപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ഉഴുന്ന് ഞാൻ മുഴുവനായിട്ട് ഈ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചരി, അതായത് നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന നോർമൽ പച്ചരി ഉണ്ടല്ലോ, റോ റൈസ് എന്ന് പറയുന്ന, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, നമ്മൾ ഈ ഉഴുന്ന് വടയ്ക്ക് എടുത്തിട്ടുള്ള ഉഴുന്നുണ്ടല്ലോ, ആ ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചുമക്കെ വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ഉഴുന്ന് ഇവിടെ നല്ല ചുമന്ന കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചുമന്ന കളറിലേക്ക് ഇത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മളപ്പോൾ നേരത്തെ വറുത്ത് വെച്ച ആ അരിയും ഉഴുന്നും ഉണ്ടല്ലോ, അതൊന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിങ്ങനെ കൂടുതലായിട്ട് തരി എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അതിലേക്ക് ഇടണ്ട. കണ്ടോ, ഇത്രയും ഇതിലിങ്ങനെ കറക്റ്റ് പൊടിയാണ്ട് കിട്ടിയിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ശരിക്കും പറയുക വീട്ടിൽ ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ കൈ വെച്ച് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. പക്ഷെ ഞാനിപ്പം വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ പലർക്കും അങ്ങനെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനിപ്പം ബീറ്റർ വെച്ചിട്ടാണ് ഇവിടെ ഇത് ഫ്ലഫാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കൈ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ ആ ബീറ്റർ വെച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് 3-4 മണിക്കൂർ വെക്കേണ്ടി വരും. അപ്പോഴാണ് ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്ന ഉഴുന്നുവടയ്ക്ക് ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇൻസ്റ്റൻ്റായി ചെയ്തെടുക്കുന്നതും ഫെർമെൻറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പം ഞാനിതിപ്പോൾ ആകെ ഈ പാത്രത്തിലൊക്കെ പിടിച്ചിരിക്കില്ലേ, ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നൊന്നുമില്ല, ഞാനിതൊന്ന് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇതാ അപ്പം ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി. ഇനി ഇതൊന്ന് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ, അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു 3 to 4 hours കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ അപ്പോൾ ഇവിടെ ഒരു 4 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതാ അതിൽ നമ്മളുടെ ഈ മിക്സിൽ ഇപ്പോൾ ഇതാ എക്സസ് ആയിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. അത് നമ്മളത് വറുത്തിട്ടില്ലേ അരിയും ഉഴുന്നും കൂടെ, അപ്പോഴാണ് ആ എക്സസ് വെള്ളം എല്ലാം പോയിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇവിടെ നന്നായിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 കുരുമുളക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ടുള്ളതാണ് കേട്ടോ, അങ്ങനെ ഒരുപാട് പൊടിച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വേപ്പില അരിഞ്ഞത്, ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരല്പം ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കൂടി ഒരല്പം അരിഞ്ഞ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതാ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവോളയും ക്യാരറ്റും എല്ലാം ഞാനിവിടെ നന്നായിട്ട് കൈവച്ച് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ വേറൊരു പാത്രത്തിൽ ഒരല്പം പച്ചവെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ കൈ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് തള്ളവിരൽ വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറേശ്ശെ എണ്ണ കോരി ഒഴിച്ച് കൊണ്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് പൊന്തി വരും. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും കൈ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഒരു ഉരുളയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൈയുടെ തള്ളവിരൽ വെച്ചിട്ട് ഒന്ന് ഒരു ഹോളിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ടല്ലേ ഇത് ചെയ്തെടുത്ത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 കൈയും കൂടി നനയ്ക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള ഒരു ഉരുള എടുക്കുക അതിൽ നിന്ന്. എന്നിട്ട് ഈ കൈയിലേക്ക് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ചതിന് ശേഷം അതിനെ നമ്മളിങ്ങനെ ഈ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഈ കൈയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 രീതിയിലും ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കയ്യിൽ വെച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. അത് അങ്ങോട്ട് ഇങ്ങനെ ഷേപ്പൊന്നും വ്യത്യാസപ്പെട്ട് പോകില്ല കേട്ടോ. ഇതാ നല്ല ഷേപ്പിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇതാ അപ്പോൾ ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്നുവട. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. അത് പച്ചമുളക് വറുത്തെടുത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ അത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനപ്പോൾ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ പച്ചമുളക് ഒന്ന് ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ ആ പച്ചമുളക് ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം തേങ്ങയുടെ കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 1 കപ്പ് തേങ്ങ ചെരുകിയത്, പിന്നെ നമ്മൾ വറുത്തെടുത്ത പച്ചമുളകില്ലേ അതും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വേണ്ട കേട്ടോ, ഹാഫ് മതിയാവും. 1/2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിൽ നിന്ന് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വറവിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ ചീനച്ചട്ടി തന്നെ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണൊന്നും വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മളിപ്പം ഉഴുന്നുവട ഈ ചമ്മന്തിയിലല്ലേ മുക്കി കഴിക്കുന്ന സമയത്ത് ആ ഒരു ഉഴുന്ന് പരിപ്പ് കടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ആ വറുത്തിട്ടത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉഴുന്നുവടയിലേക്കുള്ള മുളക് വറുത്ത ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക്. നമ്മൾ പച്ചമുളകൊക്കെ വറുത്തിട്ടല്ലേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഈ ഉഴുന്നുവട ഇതിൽ മുക്കി കഴിക്കുമ്പോൾ ഈ ഉഴുന്ന് പരിപ്പ് കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം നമുക്ക് ഈ ഉഴുന്നുവടയുടെ ഒപ്പം മുളക് വറുത്തിട്ട ചമ്മന്തിയും കൂടി സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിൽ കടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഉഴുന്നിൻ്റെ ഇത് കടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.